ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ടോപ്പാണ്. ഹാൾട്ടറിനൊക്കെ ആയിട്ടുള്ള ഒരു കുട്ടി ടോപ്പാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിത് ബ്രോക്കേഡ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ കട്ടിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലൈനിങ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ശരിക്കും ഒരു 1/2 മീറ്റർ തുണിയേ ആവശ്യമുള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനാണിത്. അപ്പോൾ ഞാൻ ലൈനിങ് ഇതുപോലെ മടക്കി വെക്കുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മടക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് തന്നെ ഞാൻ ഷോൾഡർ 4.5 ഇഞ്ചാണ് എടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് ഇതിൽ എടുക്കുന്നില്ല. അപ്പോൾ 4.5 ഇഞ്ച് ആദ്യം തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 4.5 ഇഞ്ച് തന്നെയാണ് നമ്മുടെ ആം ഹോളും മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആം ഹോളിൻ്റെ അളവും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ടിൻ്റെ അളവ് മാർക്ക് ചെയ്യാം. ഞാനിതിൽ 6.5 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട് എടുക്കുന്നത്. 6.5 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടുന്നുണ്ട്. അപ്പോൾ അതും അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നെക്ക് വിഡ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. ഞാൻ 2.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്. അപ്പോൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് താഴേക്ക് 1 ഇഞ്ചാണ് ഞാൻ താഴേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ നെക്കിൻ്റെ അവിടെ വരച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ ചെറുതായിട്ട് താഴേക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. അതുപോലെ നമ്മൾ ഈ ഹോൾട്ടർ നെക്കിന് ഈ നെക്ക് വിഡ്ത്തിൻ്റെ അവിടെ നിന്ന് ആം ഹോളിൻ്റെ അവിടേക്ക് ഇതുപോലെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും അതുപോലെ ചെരിച്ചിട്ട് വരച്ചു കൊടുക്കണം. ഇനി നമ്മുടെ ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്താണ് എടുക്കുന്നത്. ഞാൻ 12 ഇഞ്ചാണ് 12-12.5 ഇഞ്ചാണ് എടുക്കുന്നത്. അത് മടക്കി തയ്ക്കാനും അതിൻ്റെ കൂടെ നമ്മുടെ നെക്കിൻ്റെ അവിടെ ജോയിൻറ്റിലേക്ക് പോകുന്ന ആ ഒരു സീം അലവൻസും കൂടിയിട്ടാണ് 12.5 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റിൻ്റെ അളവ് 5.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് സൈഡിലൊന്ന് മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ ചെറിയൊരു ഷേപ്പിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മാർക്കിങ്. അപ്പോൾ മാർക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് താഴെ കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അത് നെക്കിൻ്റെ അവിടെ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേ ഷേപ്പിൽ തന്നെ നെക്കിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ലെങ്ത്തിൻ്റെ അവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ സൈഡിൽ വരച്ച അതേ ഷേപ്പിൽ തന്നെ സൈഡ് പോർഷനും കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ആം ഹോളും കൂടെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിൽ ഞാനിതാ ഇതുപോലൊരു ഡിസൈനും കൂടെ കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ചിട്ട് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്രൊക്കേഡ് മെറ്റീരിയൽ ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് അളവ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് പാർട്ട് ബാക്കിൽ റൗണ്ട് ചെയ്തതുകൊണ്ട് ബാക്ക് പാർട്ട് സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ടും അതേപോലെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പീസാണ് വേണ്ടത്. ഞാൻ 3 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് നമ്മുടെ നെക്കിന് കട്ട് ചെയ്തിട്ടുള്ള അതേ അളവിൽ ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 12 ഇഞ്ചാണ് നെക്കിൻ്റെ പീസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മുടെ ലൈനിങ്ങും പീസുകളും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് പാർട്ട് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ലൈനിങ്ങും കൂടെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആം ഹോളും നെക്കിൻ്റെ ഭാഗവുമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആം ഹോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്കിൻ്റെ നമ്മൾ കട്ട് ചെയ്ത അതേ ഷേപ്പിൽ തന്നെ നെക്കിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ബാക്ക് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മറ്റേ റൗണ്ട് ഷേപ്പ് കൊടുത്തത് കൊണ്ട് നമ്മുടെ നെക്കിൻ്റെ അവിടെ ജോയിൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല.
അപ്പോൾ അവിടെ നല്ല നീറ്റായിട്ട് തന്നെ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കാരണം രണ്ടും രണ്ട് പാർട്ടായിട്ടാണ് ഉണ്ടാവുക. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്താലേ നമുക്ക് ആ ഷേപ്പിൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജുകളിലൊക്കെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. കട്ടുകൾ ഇട്ടതിന് ശേഷമാണ് നമ്മളിത് തിരിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ബാക്ക് പാർട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഇതിൻ്റെ മുകളിലൂടെ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ അടിവശം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വീതിയിലാണ് മടക്കി കൊടുക്കുന്നത്. ഞാൻ അളവെടുത്ത സമയത്ത് കുറച്ച് കൂടുതൽ പോലെ തോന്നി, 12.5 ഇഞ്ച് കുറച്ച് കൂടുതൽ പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് അധികം വീതിയിൽ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടും കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. നമുക്ക് നെക്കിൻ്റെ പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം ഇതുപോലെ മടക്കി വെച്ചിട്ട് സെൻറ്ററിലൊരു ചെറിയ കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അളവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്നാണ് നമ്മൾ ഇത് ജോയിൻ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ആ പീസ് ഇതുപോലെ മടക്കിയിട്ടൊന്ന് സൈഡ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിനും അതേപോലെ തന്നെ സെൻറ്ററിലൊരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് കട്ടിട്ട ഭാഗവും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട്, അതായത് നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ആ സെൻറ്ററിൽ നിന്നാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തതിൻ്റെ അറ്റം വശം വരെ എത്തിക്കഴിഞ്ഞാൽ അതിന് ശേഷം പിന്നെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു അറ്റഭാഗം മറ്റേ പീസിൻ്റെ നമ്മളിപ്പോൾ ജോയിൻറ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ കട്ട് ചെയ്തതിൻ്റെ അവസാന ഭാഗത്ത് വെച്ചിട്ടാണ് ബാക്കി ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കാരണം നമ്മുടെ സൈഡ് പോർഷനിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അത് ഫ്രീ ആയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത ആ ഭാഗത്തിൻ്റെ അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത സമയത്ത് നമ്മുടെ മെറ്റീരിയൽ കുറച്ച് പൊന്തി നിന്നുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കറക്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റിച്ച് ചെയ്താൽ കറക്റ്റായിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് അവിടെ നിന്ന് ബാക്കി വരുന്ന മറ്റേ പീസിൻ്റെ അറ്റത്തുനിന്ന് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് നെക്കിൻ്റെ ആ ഭാഗം കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത ആ ഭാഗമാണ് കാണുന്നത്. നമ്മൾ ആദ്യം മറ്റേ ഫ്രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്ത സമയത്ത് ഗ്യാപ്പ് വിട്ട് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തു. ആ കട്ട് ചെയ്ത ഭാഗം ഈ സെൻറ്റർ പോർഷനിൽ വന്നിട്ട് ബാക്കി ഭാഗം നമ്മുടെ കട്ട് ചെയ്ത ബാക്ക് സൈഡിലുള്ള ഭാഗത്തിനോട് അറ്റാച്ച് ചെയ്തെടുത്തു. ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. കണ്ടോ, രണ്ട് സൈഡിലും ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇനി ഇത് നമുക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ആ സൈഡ് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനവിടെ കെട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് ആ ഭാഗം കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെയാണ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കെട്ടൊക്കെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. കെട്ടിൻ്റെ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഹാൾട്ടർ നെക്ക് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. താങ്ക്